കോറ ഹെൽത്തിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചൊരു ഐ ഓപ്പണറാണ്. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോറ ഹെൽത്തിനെ, അവരുടെ കമ്പനി മാനേജ്മെൻറ്റിനെ ഇത്തരമൊരു അന്യായമായ കൂട്ടപ്പിരിച്ചിൽ വിടലിന് പ്രേരിപ്പിച്ചത്, അവർക്കതിനുള്ള ധൈര്യം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ ലേബർ കോഡാണ്. ഈ ലേബർ കോഡിനെതിരായിട്ടായിരുന്നു രാജ്യത്തെ തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയത്. ഞാൻ സന്ദർഭോചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പണിമുടക്കിനെയെല്ലാം എങ്ങനെയായിരുന്നു അന്ന് കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും ചില വിമർശകരും എങ്ങനെയാണ് സമീപിച്ചത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതാണ്. നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 2 ക്യാമ്പസുകളിലായി 800-ലധികം പേരെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വാർത്തകൾ. അപ്പോൾ 100 കണക്കിന് ആളുകളെ പിരിച്ചുവിടാം. ഇത് ലേബർ കോഡിൻ്റെ നടപ്പിലാക്കലാണ്. ഇവിടെ വരുന്നൊരു പ്രശ്നം, നിലവിലുള്ള നിയമങ്ങൾക്കിടയിലും കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് റോളുണ്ട്. ഇപ്പോൾ കോറ ഹെൽത്തിൻ്റെ പ്രശ്നത്തിൽ നേരിട്ട് ആവശ്യപ്പെടാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ലേബർ കോഡിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണവും പ്രതിരോധവും നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്പർ 2, സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുത്. ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് 300-ലധികം പേരെ പിരിച്ചുവിടുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യവസ്ഥ. അപ്പോൾ ഇപ്പോഴും സംസ്ഥാന സർക്കാരിനകത്ത് റോളുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓർമ്മപ്പെടുത്താനുള്ളത്, ലേബർ കോഡ് വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് സർക്കാർ മാത്രമാണ്, കഴിഞ്ഞ LDF സർക്കാർ, ഇന്ത്യയിൽ ഒരേ ഒരു സർക്കാർ മാത്രമാണ് അതിനെതിരെ, അത് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, നടപ്പിലാക്കാതിരുന്ന ചില സർക്കാരുകളുണ്ടെന്ന് പറയുന്നു, പക്ഷേ എങ്കിലും കോൺഗ്രസ് BJP സർക്കാരുകളെല്ലാം നടപ്പിലാക്കി. ഒരു സർക്കാർ മാത്രമാണ് അത് സംബന്ധിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ വെച്ചത്. അത് ഗോപാൽ ഗൌഡ കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് LDF ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്, സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുത്. ഗോപാൽ ഗൌഡ കമ്മിറ്റി റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം. സംസ്ഥാനത്തിന് അധികാരമുണ്ട്. കേന്ദ്രത്തോട് ഇക്കാര്യത്തിൽ അത്തരത്തിലൊരു നിയമയുദ്ധത്തിനും ജനാധിപത്യ യുദ്ധത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. മറ്റ് കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തതുപോലെ ലേബർ കോഡ് നടപ്പിലാക്കി ഇതുപോലുള്ള ചെറിയ പ്രായത്തിലുള്ള യൗവനത്തെ, ഈ തൊഴിലാളികളെ, ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടലിനുള്ള ഒരു വഴിയൊരുക്കി കൊടുക്കരുത്, അവസരമൊരുക്കി കൊടുക്കരുത്. കേരള സർക്കാർ നോക്കുകുത്തിയാകരുത് എന്നാണ് DYFIക്ക് സംബന്ധിച്ച് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ ഈ ലേ ഓഫ് ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ വളരെ രസകരമായൊരു കാര്യം, ഈ കോറ ഹെൽത്തിൽ തന്നെ ഞാനിന്ന് രാവിലെ അതിൻ്റെ ആളുകളുമായി, അതിൻ്റെ വിക്ടിംസുമായി സംസാരിച്ചു. ഉച്ചയ്ക്ക് അവരുമായി ഒരു കൂടിക്കാഴ്ചയും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായി സംസാരിക്കുമ്പോഴാണ് വളരെ രസകരമായൊരു കാര്യമുള്ളത്. ഇതിപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ മാധ്യമങ്ങൾ വളരെ അലർട്ടായി, കേരളമാണ്, അവർ വല്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമതുപോലെ ബൗൺസേഴ്സൊക്കെ ആയിട്ടാണ് അവർ വന്നത്. കുറേ അല്ലാതുള്ള കായിക ശേഷിയുള്ളവരെല്ലാം കൊണ്ടുവന്നിട്ട് ഇവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഒഴിവാക്കാനാണ് നോക്കിയത്. പക്ഷേ കേരള ആയതുകൊണ്ടും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും അവരുടെയും റെസിസ്റ്റൻസ് കൊണ്ട് മാറി. എന്നാൽ ഇതേ സ്ഥാപനത്തിൽ 100 കണക്കിന് ആളുകളെ മാസങ്ങൾക്ക് മുമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞില്ല, അവർ പോലും അറിഞ്ഞില്ല. എങ്ങനെയാണ് അത്? വളരെ അപ്രഖ്യാപിതമായ പിരിച്ചുവിടൽ നടക്കുകയാണ്. പെർഫോമൻസ് പോരാ. ഇപ്പോൾ മാനേജർമാർക്ക് കോട്ട കൊടുത്തിരുന്നു പോലും. ഞാനിന്ന് അതിൻ്റെ പല മാനേജർമാരുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ അവർ വിക്ടിംസാണ്, അവരിപ്പോൾ ഓപ്പൺ ആവുന്നു. അപ്പോൾ വളരെ കൃത്യമായി നിർദ്ദേശം കൊടുക്കുകയാണ്, ഇത്ര പേരെ പിരിച്ചുവിട്ടേക്കണം. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് പിരിച്ചുവിടും. ലേ ഓഫ് അല്ലാതെ പല കാരണങ്ങൾ പറയും. പെർഫോമൻസ് പോരാ, അല്ലെങ്കിൽ അവരുടെ പലതരത്തിലുള്ള റാങ്കിങ് പോരാ, സ്കെയിൽ വെച്ചിട്ട്, ഒരളവ് പോലെ വെച്ചിട്ട് ഇൻവിസിബിളായ, അല്ലെങ്കിൽ എന്താ പറയുക, അപ്രഖ്യാപിതമായ പിരിച്ചുവിടലുകൾ ഈ സ്ഥാപനത്തിൽ പോലും നടന്നിട്ടുണ്ട്. ഇത്തരം അപ്രഖ്യാപിതമായ പിരിച്ചുവിടലുകൾ രാജ്യത്ത് വ്യാപകമായി നടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമങ്ങൾ, ലേബർ കോഡ് എന്നത് തൊഴിലാളി കേന്ദ്രീകൃതമായ നിയമങ്ങളല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതൊരു ഐ ഓപ്പണറായി കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധം ഉയർത്തണം സംസ്ഥാന സർക്കാർ നോക്കുകയാണ്. ഇല്ല, ഇപ്പോഴത്തെ നിലയിൽ പരിമിതി ഇല്ല. ഇപ്പോഴത്തെ നിലയിൽ ഒന്ന്, ലേബർ കോഡ് പ്രകാരവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിനകത്ത് സ്റ്റേക്കുണ്ട്. രണ്ടാമതൊന്ന്, ലേബർ കോഡ്
അല്ലാതെയും ഇതിനകത്ത് ഗവൺമെന്റ് ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. ലേബർ എന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത് ശക്തമായി നമ്മൾ അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. സംസ്ഥാന ഗവൺമെന്റിന് റോളുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നിർവഹിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ചെയ്യണം. ഇപ്പോൾ ഇവർ പറയുകയാണ്, കോറ ഹെൽത്ത് പറയുകയാണ്, ഞങ്ങൾ നോയിഡയാണ് ഇതിൻ്റെ ബേസ് എന്നാണ് അറിയുന്നത്. ഈ 2 ക്യാമ്പസുകളിലുള്ളവരെ മാത്രമാണ് പിരിച്ചുവിടുന്നത്, ബാക്കി എവിടെയും പിരിച്ചുവിടുന്നില്ലല്ലോ. അപ്പോൾ അവർ തന്നെ പറയുന്നത് കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് കൊമ്പുണ്ട് കേരളത്തിന്. അത് അവകാശബോധത്തിൻ്റെ കൊമ്പാണ്, ജനാധിപത്യ അവകാശങ്ങളുടെ കൊമ്പാണ്. ആ കൊമ്പ് ഇന്നലകളിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇനിയും അതുപോലെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത്, ഇത് കോറ ഹെൽത്തിലെ പ്രശ്നമായിട്ട് ഇപ്പോൾ കണ്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ കാണരുത്. ഈ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം കുട്ടികൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സർവീസ് ഇൻഡസ്ട്രിയിലാകട്ടെ, IT-യിലാകട്ടെ, ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ആകട്ടെ, ഏത് സെഗ്മെന്റിലെയും ഏതൊരാളെയും ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിടാൻ കഴിയും കമ്പനിക്ക് എന്ന് കണ്ടുകൊള്ളണം. ഇവരോടെല്ലാം ഞാൻ ഇപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ എന്താ മനസ്സിലാകുന്നത്, എല്ലാവർക്കും EMI ഉണ്ട്. ഇവരെവിടെ ഇറങ്ങിപ്പോകും? എല്ലാവർക്കും EMI ഉണ്ട്. EMI മുടങ്ങിയാൽ സിബിൽ സ്കോറിനെ ബാധിക്കും. സിബിൽ സ്കോറിനെ ബാധിച്ചാൽ ജീവിതം തന്നെ കുട്ടിച്ചോറാകും. അപ്പോൾ ഇതൊരു വീഴ്ച സർക്കിളാണ്. ഒരു വശത്ത് ലിവിങ് എക്സ്പെൻഡിച്ചർ ഉയരുന്നു, മറുവശത്ത് ഈ പറഞ്ഞതുപോലെ ഏത് ജോലി ജോബ് സ്റ്റെബിലിറ്റി സ്ഥിരതയില്ലാത്ത ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അവിടെ നിന്ന് ഏത് സമയത്തും പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെടുന്നു. ഇങ്ങനൊരു അൺസർട്ടനിറ്റി വന്നാൽ എങ്ങനെയാണ് ഈ യൗവനം ജോലിയെടുക്കുക, അല്ലെങ്കിൽ ജീവിക്കുക, സർവൈവ് ചെയ്യുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു സർവൈവലിൻ്റെ പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് സമൂഹമാകെ ഉണരണം. DYFI ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കും. MP എന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരമായി പാർലമെന്റ് ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലേ ഓഫിന്റെ പ്രശ്നമാകട്ടെ, അതോടൊപ്പം വർക്ക് ലൈഫ് ബാലൻസിന്റെ പ്രശ്നമാകട്ടെ, റൈറ്റ് ടു ഡിസ്കണക്ട് ആകട്ടെ, ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിരന്തരമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലേ ഓഫിന്റെ പ്രശ്നവും വരും ദിവസങ്ങളിൽ പാർലമെന്റിനുള്ളിലും വകുപ്പ് മന്ത്രിയുടെ, കേന്ദ്രമന്ത്രിയുടെ എല്ലാം ശ്രദ്ധയിലും ഇത് ഗൗരവമായി ഉന്നയിക്കാൻ വീണ്ടും ശ്രമിക്കും. ഈ വിഴിഞ്ഞത്ത് അദാനി നൽകിയ ഒരു അപേക്ഷ സമഗ്രമായി പരിശോധിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്, അപ്പോൾ ഒളിച്ചുകളി തുടർന്നായിട്ട് ആരോപിക്കുന്നുണ്ടോ? അല്ല, പരിശോധിക്കുമെന്ന് പറയുന്നത് എംപവേർഡ് കമ്മിറ്റിയാണ്. ഇനി എംപവേർഡ് കമ്മിറ്റിയിൽ ആരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ തല ഞാനും മാത്രമാണുള്ളത്. ഞാൻ മാത്രമല്ലാതെ വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ആരെന്നറിയാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്, ഈ പണ്ട് ശ്രീ VD സതീശനൊരു തിയറി പറയുന്നുണ്ട്. അത് നികുതിപരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ്. ഈ പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആരും അറിയാതെ, പൂ പോലും അറിയാതെ തേൻ കുടിക്കണമെന്നാണ്. അങ്ങനെ പൂ പോലും അറിയാതെ, ചുറ്റിലും ഇരുന്നവർ പോലും അറിയാതെ, തൻ്റെ പാർട്ടിയിലെ തന്നെയുള്ള വൈരികൾ പോലും അറിയാതെ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു തേൻ കുടിച്ചിട്ടുണ്ട്. കടൽ കൊള്ളയ്ക്ക് മുമ്പ് നടന്ന വകുപ്പ് കൊള്ളയാണ്. ആ വകുപ്പ് കൊള്ള എന്തായിരുന്നു? പുള്ളി മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ശ്രീ VD സതീശന്റെ മുഖത്ത് കണ്ട കോൺഫിഡൻസ് എന്താണെന്ന് ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. ആ കണ്ട ആത്മവിശ്വാസം, തനിക്ക് ആവശ്യമായ എല്ലാ വകുപ്പുകളും പൂമ്പാറ്റ പൂ പോലും അറിയാതെ എടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആരോരും അറിയാതെ ആദ്യം നടന്ന കൊള്ള വകുപ്പ് കൊള്ളയാണ്. ആ വകുപ്പ് കൊള്ളയുടെ ബേസിലാണ് ഇപ്പോൾ കടൽ കൊള്ളയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് പ്രശ്നമാണ്, കേരളത്തിന് പ്രശ്നമാണ്, കേരളത്തിൻ്റെ ഭാവിക്ക് പ്രശ്നമാണ്. വിഴിഞ്ഞത്തിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ ഉയർന്നുണ്ട്. രാജ്യസുരക്ഷയുടെ പ്രശ്നങ്ങൾ ഉയർന്നുണ്ട്, മൊണോപ്പൊളിയുടെ പ്രശ്നങ്ങൾ ഉയർന്നുണ്ട്, സർവോപരി പൊളിറ്റിക്കൽ ചോദ്യങ്ങളും ഉയർന്നുണ്ട്. അത് ശ്രീ KC വേണുഗോപാൽ തന്നെ വെടിപൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന കാര്യം, ശ്രീ KC വേണുഗോപാലിനോ കോൺഗ്രസിനോ പോലും ഡൈജസ്റ്റ് ആവാത്ത ഈ ഉടമ്പടിയിലേക്ക് ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെ പോയി? ഇതിന് അദ്ദേഹത്തിന്റെ മംഗലാപുരം യാത്രയുമായി ബന്ധമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോകുന്നതിന് മുമ്പ് കാണാൻ പോയത് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ ആയിരുന്നു. അപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ കണ്ടു തുടങ്ങിയത്, അതിനുശേഷം വകുപ്പ് കൊള്ള, പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ ആരും അറിയാതെ വകുപ്പ് മുഴുവൻ അദ്ദേഹം സ്വന്താക്കി. അദ്ദേഹത്തിന് ആവശ്യമായ ഈ വകുപ്പുകളെല്ലാം അദ്ദേഹം സ്വന്താക്കി. എന്നിട്ടാണ് ഇപ്പോൾ കടൽ കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, കണക്റ്റഡാണ്. വലിയ കൊള്ളയാണ് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കണം. ഒരു കാരണവശാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് DYFI. ഒരു കാരണവശാലും വിഴിഞ്ഞത്തെ ഇതുപോലെ ഏകപക്ഷീയമായ ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, അഴിമതിക്ക് വേണ്ടി, കൊള്ള നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കാൻ DYFI കണ്ടു നിൽക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. കോറ ഹെൽത്തിലെ